അതിവേഗം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അത് മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജോലി ആവശ്യാർത്ഥവും വ്യക്തിപരമായ ആവശ്യങ്ങളാലുമെല്ലാം അങ്ങനെയാണ് ഇക്കാലമത്രയും മലയാളി കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്നും നിറഞ്ഞോടുന്നത്. ആഴ്ചകൾക്ക് മുൻപ് തന്നെ വന്ദേ ഭാരതിലെ റിസർവേഷൻ കഴിയും. റോഡ് ഗതാഗതം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. റോഡുകൾ എത്ര വന്നാലും തിരക്കൊഴിയില്ല. യാത്രാപ്രിയരായ മലയാളികൾക്കായി പുതിയൊരു റോഡ് കൂടി വരികയാണ്. അതിവേഗം തലസ്ഥാനത്തു നിന്ന് അങ്കമാലിയിലെത്താൻ കഴിയും വിധം ഗതാഗത കുരുക്കുകളില്ലാതെ, പട്ടണങ്ങളുടെ തിരക്കുകളില്ലാതെ ഈ റോഡ് യാഥാർത്ഥ്യമായാൽ നമുക്ക് യാത്ര ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി അങ്കമാലിയിൽ പൂർത്തിയാകുന്ന ഗ്രീൻഫീൽഡ് അതിവേഗ ഇടനാഴിയായിരിക്കും ഇത്. ദേശീയപാത അതോറിറ്റിയായിരിക്കും ഈ പാത നിർമ്മിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് നിലവിൽ അങ്കമാലിയിലേക്ക് MC റോഡാണ് പ്രധാന യാത്രാമാർഗം. 240 കിലോമീറ്ററാണ് MC റോഡിലൂടെ അങ്കമാലിയിലെത്താൻ സഞ്ചരിക്കേണ്ടത്. മറ്റൊരു യാത്രാമാർഗം MC റോഡിലൂടെയും സ്റ്റേറ്റ് ഹൈവേ 8 ആയ പുനലൂർ മൂവാറ്റുപുഴ റോഡിലൂടെയും ഉള്ളതാണ്. ഈ റോഡിലൂടെ 234 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലിയിലെത്താൻ യാത്ര ചെയ്യേണ്ടത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ദേശീയപാത അതോറിറ്റി പദ്ധതിയിടുന്ന പുതിയ തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് അതിവേഗ ഇടനാഴി. 205 കിലോമീറ്റർ മാത്രമാണ് ഈ പാതയുടെ ദൈർഘ്യം. പട്ടണ തിരക്കുകളും ജനവാസ മേഖലകളും പരമാവധി ഒഴിവാക്കി പോകുന്നതിനാൽ ഇപ്പോൾ 6 മണിക്കൂർ എടുക്കുന്ന യാത്രാ സമയം പുതിയ പാതയിലൂടെ 5 മണിക്കൂറിൽ താഴെ മതിയാകുമെന്ന മെച്ചവുമുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ റോഡ് വീതി കൂട്ടി അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചപ്പോൾ തന്നെ MC റോഡിലെ കുപ്പിക്കഴുത്ത് നഗരങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വാഹനങ്ങൾ മാറി യാത്ര ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ പാതയിലുമുണ്ട് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന പട്ടണങ്ങൾ. പത്തനംതിട്ടയും കോന്നിയും പാലായുമൊക്കെ കടന്നു വേണം ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ. ഇനി ആ തിരക്കുകളും ഇല്ലാത്ത റോഡാണ് മലയാളികൾക്ക് ലഭിക്കാൻ പോകുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ വിഷൻ 2047 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രീൻഫീൽഡ് അതിവേഗ പാത പദ്ധതിയിടുന്നത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ദേശീയപാത അതോറിറ്റിയും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കലും പിന്നാലെ നിർമ്മാണവും തുടങ്ങാം. നിലവിലുള്ള റോഡ് വീതി കൂട്ടിയല്ല നിർമ്മാണം എന്നതിനാൽ ഇതൊരു പുതിയ റോഡ് തന്നെയായിരിക്കും. 4 വരിയിലായിരിക്കും തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് അതിവേഗ ഇടനാഴി നിർമ്മിക്കുക. MC റോഡും പുനലൂർ മൂവാറ്റുപുഴ റോഡുമെല്ലാം 2 വരി പാതകളാണ്. പുതിയ റോഡ് 4 വരി പാതയാകുന്നതോടെ ഗതാഗത കുരുക്കെന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി പോലും വരില്ല. തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ടർ റിംഗ് റോഡിലായിരിക്കും തുടക്കം, അങ്കമാലി ബൈപ്പാസിൽ അവസാനവും. തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് തുടങ്ങുന്ന പാതയ്ക്കായി പുതിയ അലൈൻമെന്റ് ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നെടുമങ്ങാട്, കല്ലറ, കടയ്ക്കൽ, അഞ്ചൽ, പുനലൂർ, പത്തനാപുരം, കോന്നി, കുമ്പളാംപൊയ്ക, റാന്നി വഴി ഈ റോഡ് ഏതാണ്ട് മൂവാറ്റുപുഴ പുനലൂർ റോഡിന് സമാന്തരമായിട്ടായിരിക്കും പോവുക. റാന്നിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി, തിടനാട്, ഈരാറ്റുപേട്ട, തൊടുപുഴ, കോതമംഗലം, മലയാറ്റൂർ വഴി അങ്കമാലിയിലെത്തും. ഈ സ്ഥലങ്ങളിലെ പ്രധാന പട്ടണങ്ങളിൽ റോഡ് സ്പർശിക്കില്ല. പകരം ഇവിടങ്ങളിലേക്ക് കണക്റ്റിംഗ് റോഡുകൾ നിർമ്മിക്കും. അതായത് പട്ടണ തിരക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി തിരുവനന്തപുരത്ത് നിന്ന് അങ്കമാലിയിലെത്താൻ കഴിയും. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് സമീപത്തുകൂടിയായിരിക്കും പുതിയ റോഡെന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിലെ ഏറ്റവും ഗതാഗത തിരക്കുള്ള പാതയാണ് തിരുവനന്തപുരം അങ്കമാലി ദേശീയപാത 66. നിലവിൽ കഴക്കൂട്ടം മുതൽ ചേർത്തല വരെ ഈ പാത 4 വരിയാക്കുന്നതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഗതാഗത കുരുക്ക് കാരണം കൂടുതൽ ആളുകളും ഇപ്പോൾ ഈ ദിശയിലേക്കുള്ള യാത്രയ്ക്ക് MC റോഡിനെയും പുനലൂർ മൂവാറ്റുപുഴ റോഡിനെയുമാണ് ആശ്രയിക്കുന്നത്. പുതിയ റോഡ് യാഥാർത്ഥ്യമായാൽ മലയാളികൾക്ക് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തേക്കുള്ള യാത്രയിൽ സമയലാഭവും ഇന്ധന ലാഭവും ഉറപ്പായിരിക്കും. KSRTC അടക്കമുള്ള ദീർഘദൂര സർവീസുകൾക്കും യാത്രാസമയം ലഭിക്കാനാകും. കാത്തിരിക്കാം ഈ ഗ്രീൻഫീൽഡ് അതിവേഗ പാത യാഥാർത്ഥ്യമാകുന്നതിനായി.